ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ, മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിൻ്റെ 19ാം ദിവസമാണെന്ന്. ഇന്നത്തെ ധ്യാന വിഷയം സഹനത്തിൽ മനസ്സിടിയുന്ന ദൗർബല്യം എന്നതാണ്. ഉത്ഭവഭാവത്തിൻ്റെ ഫലമായും നമ്മുടെ വ്യക്തിപരമായ പാപങ്ങളുടെ ഫലമായും നമ്മിലെല്ലാവരിലും അവശേഷിക്കുന്ന ഒരു ബലഹീനത, ഒരു ദൗർബല്യം, ഒരു പരിമിതിയാണ് സഹനങ്ങളോടുള്ള ആഭിമുഖ്യമില്ലായ്മ. ഇതാണ് ഇന്ന് നാം വിചിന്തനത്തിനായി സ്വീകരിച്ചിരിക്കുന്ന വിഷയം. ക്രിസ്തീയ ജീവിതം സ്നേഹത്തിൻ്റെ ജീവിതമാണ്. മറ്റ് മതവിശ്വാസങ്ങളോട് ക്രിസ്തുമത വിശ്വാസം തുലനം ചെയ്യുമ്പോൾ എടുത്തു പറയുന്ന കാര്യം ഇതാണ്: മറ്റെല്ലാ മതങ്ങളും മതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ക്രിസ്തുമത വിശ്വാസം ദൈവത്തെ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന് പരമപ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം സ്നേഹത്തിൻ്റെ ജീവിതമാണ് എന്ന് നമുക്ക് നിശ്ചയമായും പറയാം. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും അപരനോടുള്ള സ്നേഹത്തിൻ്റെയും ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. സ്നേഹത്തിൻ്റെ മാറ്റുരച്ചു നോക്കുന്നത് സഹനം കൊണ്ടാണ്. യഥാർത്ഥ സ്നേഹത്തിൻ്റെ സവിശേഷത സ്നേഹിക്കുന്ന ആളിന് വേണ്ടി സഹിക്കാൻ വലിയ താല്പര്യം ഉണ്ടാകും എന്നതാണ്. യഥാർത്ഥ സ്നേഹം തെളിയിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗവും സഹനമാണ്. ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ കുടുംബങ്ങളിൽ അമ്മയുടെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് നാം പറയാറുണ്ട്. കാരണം മറ്റാരെക്കാളധികം മക്കൾക്കും ജീവിത പങ്കാളിക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി സഹിക്കുന്ന വ്യക്തിയാണ് അമ്മ. എല്ലാ സ്നേഹങ്ങളിലും വെച്ച് ഏറ്റവും പരമോന്നതമായ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം തൻ്റെ സ്നേഹം തെളിയിച്ചതാകട്ടെ ഏറ്റവും കഠിനമായ സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ്. തൻ്റെ ഏകജാതനെ തന്നെ കുരിശിൽ നമുക്കായി ബലി കഴിച്ചുകൊണ്ടാണ് ദൈവം തൻ്റെ സ്നേഹം തെളിയിച്ചത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ 8 മുതൽ വാക്യങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം സ്നേഹമാകുന്നു, തൻ്റെ ഏകജാതനായ പുത്രൻ വഴി നാം ജീവിക്കേണ്ടതിന് ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. റോമാക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങളിൽ നാം വീണ്ടും വായിക്കുകയാണ് പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ: നീതിമാന് വേണ്ടിപ്പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിലൂടെ ദൈവം നമ്മോടുള്ള തൻ്റെ സ്നേഹം സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഈശോയുടെ പീഡാസഹനങ്ങളുടെയും അതിദാരുണമായ കുരിശുമരണത്തിൻ്റെയും പിന്നിലുള്ള രഹസ്യം ഇതാണ്: അവിടുന്ന് അത്രമാത്രം മനുഷ്യവർഗത്തെ സ്നേഹിച്ചു. യേശുവിനെ അതിക്രൂരമായി പീഡിപ്പിച്ച് കുരിശ് തറയ്ക്കുന്നതിന് നേതൃത്വം കൊടുത്ത ശതാധിപന് വന്ന മാനസാന്തരത്തെപ്പറ്റി മർക്കോസ് സുവിശേഷകൻ 15-ാം അധ്യായം 39-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യേശുവിന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ട് പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. സർവരെയും സഹിച്ചുകൊണ്ട് സ്നേഹിച്ചു മരിക്കുന്ന യേശുവിനെ കണ്ടപ്പോഴാണ് ശതാധിപന് മനസ്സിലായത്,
ഇവൻ ഇത്രമാത്രം സ്നേഹിക്കുന്നെങ്കിൽ, സഹനത്തിലൂടെ ഇപ്രകാരം സ്നേഹം തെളിയിക്കുന്നെങ്കിൽ ഇവൻ മനുഷ്യനല്ല, ദൈവമാണ്. എപ്രകാരമാണ് മരിച്ചത് എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. തൻ്റെ ശത്രുക്കളോടുള്ള തീവ്ര സ്നേഹത്തെ പ്രതി അവർക്ക് വേണ്ടി കുരിശ് മരണത്തിൻ്റെ വേദന സഹിച്ചുകൊണ്ട് അവിടുന്ന് അവരെയും സർവരെയും സ്നേഹിച്ചു. ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് നമുക്കും ദൈവത്തോടും അവരോടുമുള്ള നമ്മുടെ സ്നേഹം ഏറ്റവും പൂർണ്ണമായി പ്രകാശിപ്പിക്കാൻ സഹനം പോലെ മറ്റൊരു മാർഗം ഇല്ല. കത്തോലിക്കാ സഭയിലെ വിശുദ്ധരുടെ ജീവചരിത്രം ശ്രദ്ധിക്കുമ്പോൾ ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഏതാനും വിശുദ്ധരുടെ ജീവചരിത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിശുദ്ധ പാത്രിയർക്കീസ് പുണ്യവാൻ, അദ്ദേഹം ശരീരത്തിൽ തിരുമുറിവുകൾ കൊണ്ടു നടന്ന് സഹിച്ചത് 50 തുടർച്ചയായ വർഷങ്ങളാണ്. ഈ 50 വർഷവും അതിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ 5 മുറിവുകളിൽ നിന്ന് രക്തം പ്രവഹിച്ചുകൊണ്ടിരുന്നപ്പോൾ അനുഭവപ്പെട്ട വേദന അത് അദ്ദേഹം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സന്തോഷത്തോടെ സ്വീകരിച്ചു. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടി അത് കാഴ്ചവെക്കുകയും ചെയ്തു. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു സർജറി നടത്തേണ്ടി വന്നപ്പോൾ ബോധം കെടുത്താൻ സമ്മതിച്ചില്ല. അനസ്തേസിയ കൂടാതെ ശരീരം കീറി മുറിക്കുന്നതിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ആ സർജറിക്ക് വിധേയനാകാൻ അദ്ദേഹം ധൈര്യം കാണിക്കുകയുണ്ടായി. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം നമുക്കെല്ലാവർക്കും അറിയാം. അടിക്കടി രോഗപീഠകളും ഒറ്റപ്പെടുത്തപ്പെട്ട അനുഭവങ്ങളും തിരസ്കരണത്തിൻ്റെ അനുഭവങ്ങളും ഉളവാക്കിയ സഹനത്തിന് പുറമെ മരണനേരത്തുണ്ടായ വിശ്വാസത്തിന് വിരുദ്ധമായൊരു വലിയ പ്രലോഭനം കൂടി സഹിക്കേണ്ടി വന്നു. മറ്റെല്ലാ സഹനങ്ങളെക്കാളും ഏറ്റവും അസഹനീയമായതാണ് അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് ദൈവത്തിലുള്ള വിശ്വാസത്തിനെതിരായ പ്രലോഭനം. ആ സഹനവും ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി തന്നെ സ്വീകരിക്കാൻ വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് സാധിച്ചു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ദൈവത്തെ പറയുന്നത്, അദ്ദേഹം പല പ്രാവശ്യം സർജറിക്ക് വിധേയനായി അനസ്തസിയ സ്വീകരിക്കാൻ തയ്യാറാകാതെ ആ ഓപ്പറേഷന് ശേഷം അദ്ദേഹത്തിനുണ്ടായ ശരീരത്തിലെ വേദന പീഡ ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ശാരീരികമായ സഹനത്തിന് പുറമെ അദ്ദേഹത്തിന് വലിയ ആത്മീയ സഹനങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നു. ആധ്യാത്മിക ജീവിതത്തിൽ വളരെ കാലം നീണ്ടു നിന്ന വരൾച്ച അദ്ദേഹത്തിനുണ്ടാക്കിയ സഹനം വളരെ വലുതായിരുന്നു. പക്ഷെ അതെല്ലാം ദൈവസ്നേഹത്തെ പ്രതി അദ്ദേഹം സ്വീകരിച്ചതുകൊണ്ട് ഈശോസഭ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സന്യാസ സഭ സ്ഥാപിച്ച് എണ്ണമറ്റവരെ ക്രിസ്തുവിൻ്റെ സ്നേഹിതരാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആത്മീയജീവിതത്തിനെ പറ്റിയുള്ള ഏറ്റവും ക്ലാസിക്കൽ ഗ്രന്ഥമെന്നറിയപ്പെടുന്ന സ്പിരിച്വൽ എക്സർസൈസ് എഴുതുന്നതിലേക്ക് അദ്ദേഹത്തിന് ഈ സഹനങ്ങളെല്ലാം കാരണമായി. ഇറ്റാലിയൻ മിസ്റ്റിക്കായ വിശുദ്ധ ജമ്മ ഗൽഗാനി 4 വർഷക്കാലം തിരുമുറിവുകൾ പഞ്ചക്ഷതങ്ങളുടെ വേദന, കഠിനമായ വേദന അനുഭവിച്ചതിന് പുറമെ തലയിൽ മുൾക്കിരീടം വെച്ച് അമർത്തിയപ്പോൾ ഈശോ അനുഭവിച്ച അതേ വേദനയും, ചമ്മട്ടി അടിയേറ്റപ്പോൾ ഈശോ അനുഭവിച്ച വേദനയും ഈ വിശുദ്ധയ്ക്ക് ശാരീരികമായി തന്നെ അനുഭവപ്പെടാറുണ്ടായിരുന്നു. സെൻറ്റ് ജമ്മ ഇങ്ങനെ പറയുമായിരുന്നു, ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം സഹിക്കാൻ തയ്യാറാകുക. കാരണം സഹനം നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കും. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ
അനേക വർഷങ്ങൾ തുടർച്ചയായ ക്ഷയരോഗത്താൽ വലഞ്ഞ അദ്ദേഹം ആ സഹനങ്ങളെല്ലാം പരിശുദ്ധ കന്യാമാതാവിനോടുള്ള പ്രത്യേക സ്നേഹത്തെ പ്രതി സ്വീകരിക്കുമായിരുന്നു. ആ സഹനത്തിൻ്റെ പരിശീലനമാണ് അവസാനം സഹതടവുകാരന് വേണ്ടി മുന്നോട്ട് എന്ന് വധശിക്ഷ ഏറ്റെടുക്കുവാൻ, അതിൻ്റെ പീഡകളും സഹനങ്ങളും സ്നേഹത്തോടെ ആശേഷിക്കുവാനും അദ്ദേഹത്തിന് കാരണമായത്. വിശുദ്ധ ചാൾസ് ബൊറോമിയോ മിലാനിൽ ഉണ്ടായ ഒരു കൊടും പകർച്ചവ്യാധിയുടെ സമയത്ത് എല്ലാവരും ജീവനും കൊണ്ട് ഓടിയപ്പോൾ അദ്ദേഹം അവിടെ തന്നെ തങ്ങിക്കൊണ്ട് രോഗബാധിതരായവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കാനുണ്ടായത്. രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ സ്വത്ത് മുഴുവനും വിനിയോഗിച്ചതിന് പുറമെ കടം വാങ്ങിപ്പോലും സഹായിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ സഹനങ്ങൾ എത്ര വലുതായിരുന്നു. 20 വയസ്സാകുന്നതിന് മുമ്പ് പെറ്റമ്മയും ഏക സഹോദരനും അപ്പനും മരിച്ചുപോയി ഒരു അനാഥനായി മാറിയ അദ്ദേഹം യുവത്വത്തിൽ നാസി പട പോളണ്ടിൽ അഴിച്ചുവിട്ട കിരാത മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടിയും വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം അനുഭവിച്ച പീഡകളിൽ നിന്ന് അദ്ദേഹം ഒരു തത്വം ഇപ്രകാരം രൂപപ്പെടുത്തി: യേശുവിൻ്റെ രക്ഷാകര സഹനത്തിൽ സഹനം മൂലമേ നമുക്ക് പങ്കുചേരാനും യേശുവിനൊപ്പം ലോകത്തെ രക്ഷിക്കുന്നതിൽ ഉപകരണങ്ങളാകാനും സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സഹിക്കുക എന്നുള്ളത്, സഹോദരനുള്ള സ്നേഹത്തെ പ്രതി സഹിക്കുക എന്നുള്ളതും മനോജ്ഞമായൊരു കാര്യമാണ്, ശ്രേഷ്ഠമായൊരു കാര്യമാണ്. പക്ഷേ നാം ഇതുവരെ ധ്യാനിച്ചിരുന്നത് പോലെ ഉത്ഭവപാപത്തിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ പാപത്തിൻ്റെയും ഫലമായി ദൈവത്തിൽ നകന്ന നമുക്ക് ദൈവസ്നേഹത്തെ പ്രതി സഹനങ്ങൾ സ്വീകരിക്കാനുള്ള പ്രാപ്തി നഷ്ടപ്പെട്ടു. മരിയൻ പ്രതിഷ്ഠയിലൂടെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, സ്നേഹബന്ധം പുനഃസ്ഥാപിക്കുന്നത് വഴിയായി യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം ആഴപ്പെടുന്നതിൻ്റെ ഫലമായി ഈ വിശുദ്ധരെല്ലാം കാണിച്ചു വന്ന മാതൃക അനുസരിച്ച് സഹനത്തെ ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി കാണുവാനും സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെ രക്ഷാകര സഹനത്തിലുള്ള പങ്കാളിത്തമായി അതിനെ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കും. ഈ ചിന്തകളോടെ ഇന്നത്തെ വിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിചിന്തനം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതേപ്പറ്റി നിരന്തരം ചിന്തിച്ചെൻ്റെ മനം തകരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർക്കുന്നു, അത് എനിക്ക് പ്രത്യാശ തരുന്നു: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്ന് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. ആമുഖം. വലിയ ആത്മീയ സന്തോഷത്തിലേക്ക് കടന്നു വരാൻ പലപ്പോഴും ഭാഗ്യം ലഭിച്ചിട്ടുള്ളവരാണ് നമ്മൾ. എന്നാൽ ക്രമേണ സങ്കടത്തിലേക്കും മനസ്സിടിവിലേക്കും വീണ് പഴയ ജീവിതത്തിലേക്ക് പിന്തിരിയുന്നതിനുള്ള പ്രധാന കാരണം ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളാണ്. ക്രിസ്തീയ സഹനത്തിൻ്റെ സൽഫലങ്ങളെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മയാണ് അതിന് കാരണം. സഹനം ദൈവം അനുവദിക്കുന്നതിൻ്റെ പിന്നിലുള്ള അവിടുത്തെ ഉദ്ദേശങ്ങൾ നമുക്ക് ആദ്യം കാണാം. ഒന്ന്, നമ്മിലുള്ള പാപച്ചായ്വിനെ തകർക്കാൻ, പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്ന സഹനം വളരെ വിലപ്പെട്ടതാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 12:4 നാം വായിക്കുകയാണ്: പാപത്തിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾക്കിനിയും
രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. വിശുദ്ധമായ ജീവിതം നയിക്കാൻ വേണ്ടി രക്തം ചിന്താനും ജീവൻ ത്യജിക്കാനും സന്നദ്ധരായ 10,000-കണക്കിന് രക്തസാക്ഷികളുടെ വീരോചിത മാതൃക നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിരിക്കട്ടെ. സഹനം അനുവദിക്കുന്ന രണ്ടാമത്തെ ദൈവിക ഉദ്ദേശം പാപത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ നൽകാൻ. പാപത്തിൽ നിന്ന് സമ്പൂർണ്ണ മോചനം പ്രാപിക്കാൻ സഹനം ആവശ്യമാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ അത് പഠിപ്പിക്കുന്നുണ്ട്. തിരുവചനം ഇപ്രകാരമാണ്: ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത്. തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. സഹനം അനുവദിക്കുന്നതിൻ്റെ പിന്നിലുള്ള മൂന്നാമത്തെ ദൈവിക ഉദ്ദേശ്യം ക്രിസ്തീയ പക്വതയിലേക്ക് വളർത്താൻ. ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൽ വളർന്ന് പക്വത പ്രാപിക്കുന്നതിന് ശിക്ഷണം ആവശ്യമാണ്. ഹെബ്രായക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ: താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളാണ്. ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെടുകയോ അകാരണമായി തെറ്റിദ്ധരിക്കപ്പെടുകയോ രോഗപീഠകളാലോ ദാരിദ്ര്യത്താലോ ഞെരുക്കപ്പെടുകയോ ചെയ്യുന്നത് പലപ്പോഴും ദൈവപരിപാലനയിൽ അനുവദിക്കപ്പെടുന്ന സഹനങ്ങളാണ്. നമ്മെ ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളർത്താനുള്ള ദൈവിക ശിക്ഷണത്തിൻ്റെ ഭാഗമാണ് അത്. ദൈവം സഹനം അനുവദിക്കുന്നതിൻ്റെ 4-ാമത്തെ ഉദ്ദേശം യേശു ക്രിസ്തുവിനോട് നമ്മെ ഓരോരുത്തരെയും താതാത്മ്യപ്പെടുത്താൻ. സഹനദാസൻ എന്നാണ് യേശുവിനെ വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത്. അങ്ങനെയുള്ള യേശുവിനോട് നാം അനുരൂപപ്പെടുന്നത് നമ്മുടെ സഹനത്തിലൂടെയാണ്. യേശു ശിഷ്യന്മാരുടെ ഇപ്രകാരം അരുളി ചെയ്തു. മത്തായി 16:24: ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സഹനങ്ങൾ അനുവദിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ 5-ാമത്തെ ഉദ്ദേശം സുവിശേഷ വേലയ്ക്ക് നമ്മെ ഒരുക്കാൻ ആണ്. സുവിശേഷ വേല മഹോന്നതമായ ഒരു ശുശ്രൂഷയായതിനാൽ അതിന് നമ്മെ ഉപയോഗിക്കുന്നതിന് മുന്നോടിയായി സഹനം വഴി നമ്മെ ദൈവം എളിമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49:6 കർത്താവ് അരുളി ചെയ്യുകയാണ്: യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന് പ്രകാശമായി നൽകും. സഹനത്തിന് പിന്നിൽ ഉള്ള ദൈവത്തിൻ്റെ 6-ാമത്തെ ഉദ്ദേശം ദൈവത്തിൻ്റെ സ്വന്തമായി നമ്മൾ ഓരോരുത്തരും മാറുവാൻ. നാം പൂർണ്ണമായും ദൈവത്തിൻ്റേതായി മാറേണ്ടതിന് വലിയ സഹനം വഴിയുള്ള ഉപരിവിശുദ്ധീകരണം അനിവാര്യമാണ്. യെശയ്യായുടെ പുസ്തകം 48:10-11 വാക്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. സഹനം അനുവദിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ 7-ാമത്തെ ഉദ്ദേശം സ്വർഗത്തിൽ ഉള്ള പ്രതിഫലം വളരെ വലുതാകുവാൻ.
അകാരണമായി നാം പീഡിപ്പിക്കപ്പെടുക സ്വർഗീയ പ്രതിഫലത്തിന് നമ്മെ അർഹരാക്കുമെന്ന് കർത്താവായ ഈശോ മിശിഹ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി 5:10 മുതൽ 12 വരെ വാക്യങ്ങളിൽ ഈശോ പറയുകയാണ്, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. മേൽപ്പറഞ്ഞ 7 കാരണങ്ങളിൽ നിന്ന് സഹനം വലിയ നേട്ടമാണെന്നും സഹനമില്ലാതിരിക്കുന്നത് വലിയ നഷ്ടമാണെന്നും വ്യക്തമാണ്. ദൈവം നമ്മിൽ സമാരംഭിച്ചിരിക്കുന്ന ജീവിത നവീകരണം ആഴപ്പെടുന്നതും പൂർത്തിയാകുന്നതും സഹനത്തിലൂടെ ആയതിനാൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സഹനത്തെ നാം ആശ്ലേഷിക്കണം. ഹെബ്രായർക്ക് ലേഖനം 10:36 ഇപ്രകാരം തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. സഹനം വരുന്ന വഴികൾ: 1. പാപപ്രലോഭനങ്ങൾ. പാപം ചെയ്യാനുള്ള പ്രലോഭനത്തിൻ്റെ രൂപത്തിലാണ് പ്രധാനമായും സഹനമുണ്ടാകുന്നത്. പിശാചാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ദൈവത്തോടുള്ള വിശ്വസ്തത തെളിയിക്കാൻ ഒരവസരം നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ദൈവം അത് അനുവദിക്കുന്നതെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 391 ഖണ്ഡികയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്: സഹനം വരുന്ന വിവിധ വഴികൾ. 1. പാപപ്രലോഭനങ്ങളിലൂടെ. പാപം ചെയ്യാനുള്ള പ്രലോഭനത്തിൻ്റെ രൂപത്തിലാണ് പ്രധാനമായും സഹനം ഉണ്ടാകുന്നത്. പിശാചാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ദൈവത്തോടുള്ള വിശ്വസ്തത തെളിയിക്കാൻ ഒരവസരം നമുക്ക് നൽകപ്പെടുകയാണ് ഈ പ്രലോഭനങ്ങൾ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2847 ഇപ്രകാരം പറയുന്നു: പ്രലോഭനത്തിന് ഒരുതരം പ്രയോജനമുണ്ട്. നമ്മുടെ ആത്മാവിൽ സ്വീകരിച്ചിട്ടുള്ളവ ദൈവത്തിനല്ലാതെ ആർക്കും നമുക്ക് പോലും അറിയില്ല. എന്നാൽ പ്രലോഭനത്തിലൂടെ അവ വെളിപ്പെടുന്നു. അത് നാം ഏതു തരക്കാരാണെന്ന് ഇനിയും മറഞ്ഞിരിക്കാതെ നാം ആരെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സുണ്ടെങ്കിൽ സ്വന്തം തെറ്റുകൾ അറിയാനും പ്രലോഭനങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട നന്മകളെ പ്രതി നന്ദി പറയാനും വേണ്ടിയാണ്. പഴയ നിയമത്തിലെ ജോബിൻ്റെ സഹനം ഏറെ ശ്രദ്ധേയമാണ്. ജോബിൻ്റെ സമ്പത്ത് മുഴുവൻ അപഹരിക്കപ്പെട്ടു. മക്കൾ അപകടത്തിൽ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം ആസകലം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇതുകൊണ്ടൊന്നും ജോബ് ദൈവത്തിൽ നിന്നകന്നില്ല, ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തതെന്ന് ജോബിൻ്റെ പുസ്തകം അധ്യായം 1-2 നമുക്ക് പറഞ്ഞു തരുന്നു. എല്ലാ ക്രിസ്തു ശിഷ്യർക്കും അനുവദിക്കുന്നതാണ് സഹനം എന്ന് പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞു തരികയാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ ആത്മനിയന്ത്രണമുള്ളവരായിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരർ ഇതേ സഹനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. പത്രോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്
പാപം ചെയ്യാനുള്ള പ്രലോഭനം ഒരു വലിയ സഹനമാണെന്നും അത് എങ്ങുമുള്ള എല്ലാ മനുഷ്യർക്കും അനുഭവപ്പെടുമെന്നും ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി പാപം ചെയ്യാതെ അതിനു വേണ്ടി സഹിക്കണമെന്നും എന്നാണ് പഠിപ്പിക്കുന്നത്. സഹനം വരുന്ന രണ്ടാമത്തെ വഴി ഏറ്റവും അടുത്ത വ്യക്തികളിൽ നിന്നുള്ള എതിർപ്പുകൾ. ആത്മീയരായി ജീവിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും നേരിടേണ്ടി വരുന്ന ഒരു സഹനമാണ് ഏറ്റവും അടുത്ത വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകളും നിരുത്സാഹപ്പെടുത്തലുകളും. പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നതിൻ്റെ പേരിൽ പരിഹസിക്കപ്പെടുക, സുവിശേഷ മൂല്യങ്ങൾ പ്രകാരം ജീവിക്കുന്നതിൻ്റെ പേരിൽ ഭത്സിക്കപ്പെടുക, ഒറ്റപ്പെടുത്തപ്പെടുക, എല്ലാവരെയും പോലെ ആകാതെ ക്രിസ്തുവിന് വേണ്ടി വ്യത്യസ്തരാകുന്നതിൻ്റെ പേരിൽ നിന്ദിക്കപ്പെടുക, ആത്മീയ ജീവിതം നയിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ഒരു വീഴ്ച വരുന്ന പക്ഷം കുടുംബാംഗങ്ങളാൽ പോലും ഇടിച്ചു താഴ്ത്തപ്പെടുക, പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിരുത്സാഹപ്പെടുത്തപ്പെടുകയും പിന്തിരിക്കപ്പെടുകയും ചെയ്യുക എന്നിവയാണ് അത്തരം സഹനങ്ങൾ. സഹനം നമുക്ക് വരുന്ന മൂന്നാമത്തെ ഒരു വഴി നമ്മുടെ തന്നെ കുടുംബത്തിലെ പ്രതികൂല സാഹചര്യങ്ങളാണ്. ജീവിത പങ്കാളിയുടെ തിന്മ നിറഞ്ഞ ജീവിതം, ലഹരിക്കടിപ്പെട്ട ജീവിതം, ജീവിത പങ്കാളിയുടെ അനുസരണക്കേടും വിധേയത്വമില്ലായ്മയും, മാതാപിതാക്കന്മാരുടെ ദുർമാതൃകാപരമായ ജീവിതം, മക്കളുടെ അനുസരണമില്ലായ്മയും ഉത്തരവാദിത്വമില്ലായ്മയും, ചീത്തക്കൂട്ടുകെട്ടും ലഹരിക്കടിപ്പെട്ട ജീവിതവും, പ്രാർത്ഥനാ ജീവിതത്തോടുള്ള വിരക്തിയും, കുടുംബാംഗങ്ങളുണ്ടാകുന്ന കുറ്റപ്പെടുത്തലും സ്നേഹരാഹിത്യവും ഇവയെല്ലാം നമ്മെ ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മുടെ വിശുദ്ധീകരണത്തിനുള്ള ഉപകരണങ്ങൾ തന്നെയാണവ. മത്തായിയുടെ സുവിശേഷം 10:36 അതേപ്പറ്റി കർത്താവ് ഇങ്ങനെ സൂചന തരികയാണ്: ഒരു മനുഷ്യൻ്റെ ശത്രുക്കൾ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും. അതേ അധ്യായം 21 ഈശോ പറയുകയാണ്: സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹനം വീരോചിത മാതൃക. മനുഷ്യവർഗത്തിൽ വെച്ച് ഏറ്റവും അധികം സഹിച്ചിട്ടുള്ള വ്യക്തി പരിശുദ്ധ മറിയമാണ്. ഉത്ഭവഭാവം പോലും ഇല്ലാതിരുന്നിട്ടും ജീവിതം മുഴുവനും അവൾ സഹിച്ചു. ഇത് അമ്മയുടെ സഹനങ്ങളെ അത്യധികം യോഗ്യത ഉള്ളതാക്കി. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മയുടെ ഈ മാതൃക നമ്മെ പ്രചോദിപ്പിക്കട്ടെ. മാതാവിൻ്റെത് സാധാരണ സഹനങ്ങളായിരുന്നില്ല, അപാരമായ സഹനങ്ങളിലൂടെയാണ് ദൈവം അമ്മയെ വഴി നടത്തിയത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന ആദർശം പാലിച്ച് സഹനങ്ങളെല്ലാം മാതാവ് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് രക്ഷാകരമാക്കി തീർത്തു. മിസ്റ്റർ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഉപദേശം യഥാർത്ഥ മരിയ വ്യക്തി എന്ന ഗ്രന്ഥത്തിൽ 153, 154 ഖണ്ഡികയിൽ നിന്ന്. പരിശുദ്ധ മറിയത്തിൻ്റെ വിശ്വസ്ത ദാസർക്ക് കൂടുതൽ സഹിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ ഇവരോട് എതിർക്കുന്നു, ഇവരെ പീഡിപ്പിക്കുന്നു, അധിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ഇവർ സ്വർഗീയ വെൺമഞ്ഞിൻ്റെ ഒരു തുള്ളി പോലും ആസ്വദിക്കാൻ സാധിക്കാത്ത ആന്തരിക അന്ധകാരത്തിലും ആധ്യാത്മിക മരുഭൂമികളിലും തപ്പിത്തടയുന്നു. ഇവർ ഏറ്റവും അധികം അവഹേളിതരാകുന്നത് എന്തുകൊണ്ട്? ഇതാണ് മറുപടി. പരിശുദ്ധ കന്യകയുടെ ഏറ്റവും വിശ്വസ്ത ദാസന്മാർ അവൾക്ക് അത്യധികം പ്രിയപ്പെട്ടവരാണ് എന്നത് പരമസത്യം. അക്കാരണത്താൽ അവളിൽ നിന്ന് ഏറ്റവും അധികം സ്വർഗീയ സഹായങ്ങളും ആനുകൂല്യങ്ങളും അവർ സ്വീകരിക്കുന്നുണ്ട്. അവ കുരിശുകളാണെന്ന് മാത്രം. കൂടുതൽ കുരിശുകൾ പ്രയാസം കൂടാതെ വഹിക്കുന്നതും അവയിൽ നിന്ന് കൂടുതൽ യോഗ്യതയും മഹത്വവും സമ്പാദിക്കുന്നതും യഥാർത്ഥ മരിയ ഭക്തർ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. സാധാരണക്കാരൻ്റെ അഭിവൃദ്ധി 1000-ലേറെ പ്രാവശ്യം തടയുകയും
ചിലപ്പോൾ അവനെ വീഴ്ത്തുകയും ചെയ്യുന്നവ ഒരിക്കൽ പോലും മരിയഭക്തനെ തടസ്സപ്പെടുത്തുകയില്ല. പ്രത്യുത കൂടുതൽ ശക്തിയോടെ മുന്നേറാനാണ് അവ സഹായിക്കുക. ദൈവത്തിന് കൃപാവരങ്ങളാൽ പരിപൂർണതയായ മറിയം തൻ്റെ ആശ്രിതർക്ക് പരിശുദ്ധമായ സ്നേഹവും മാധുര്യവും കലർത്തി കൈപ്പേറിയ കുരിശുകളാണെങ്കിലും പാകപ്പെടുത്തിയതാണ് സമ്മാനിക്കുക. തന്മൂലം അവയെ സസന്തോഷം സ്വീകരിക്കാൻ അവർ സന്നദ്ധരാകുന്നു. മറിയത്തിൻ്റെ സ്നേഹമാണ് കുരിശുകളെ മാധുര്യപൂർണമാക്കുക. പഞ്ചസാര ചേർത്ത് അരുചികരമായ പഴുക്കാത്ത ഫലങ്ങൾ ഭക്ഷ്യയോഗ്യമാക്കുന്ന പോലെയാണിത്. ബൈബിൾ വായന. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സ്രഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 12 മുതൽ 16 വരെയും 19-ാമത്തെയും വാക്യങ്ങൾ. പ്രാർത്ഥന. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത് എന്ന് അരുളി ചെയ്ത കർത്താവായ ദൈവമേ, സഹനം അങ്ങ് അനുവദിക്കുന്നത് എൻ്റെ ആത്യന്തിക നന്മയ്ക്ക് വേണ്ടിയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തണമേ. ഞാൻ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടാനും പക്വതയാർജിക്കാനും യേശുവിന് അനുരൂപപ്പെട്ടത് അവിടുത്തെ സ്വന്തമാകാനും സ്വർഗത്തിന് അവകാശിയാകാനും വേണ്ടിയാണ് സഹനങ്ങൾ എന്ന തിരിച്ചറിവ് എന്നെ ശക്തിപ്പെടുത്തട്ടെ. പാപപ്രലോഭനങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകുന്ന എതിർപ്പുകളും കുടുംബത്തിലെ പ്രതികൂല സാഹചര്യങ്ങളുമെല്ലാം മൂലം വലിയ സഹനത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ സഹനം വഴി അനുസരണം അഭ്യസിച്ച നാഥ, എന്നെ പ്രത്യാശയിൽ നിലനിർത്തണമേ. കർത്താവായ യേശുവേ, ഞാൻ എല്ലാ വിധത്തിലും നിനക്ക് അനുരൂപനാകുന്നതിന് വേണ്ടി എല്ലാ സഹനങ്ങളും സ്വീകരിക്കാൻ എന്നെ ശക്തനാക്കണമേ. സഹനത്തിൻ്റെ തീച്ചൂളയിൽ വെന്തുരുകി യേശുവിൻ്റെ രക്ഷാകര സഹനത്തിൽ പങ്കാളിയായ പരിശുദ്ധ മറിയമേ, സഹനത്തിൻ്റെ രക്ഷാകര മൂല്യം എന്നിൽ ഉറയ്ക്കാനായി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. സൽകൃത്യം. രോഗി സന്ദർശനം നടത്തി ആശ്വാസം പകരുക.